പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തി. സ്വർഗസ്ഥനായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങയുടെ നാമം ലോകം മുഴുവൻ അറിയപ്പെടണമേ, അറിയപ്പെടണമേ, സ്നേഹിക്കപ്പെടണമേ, സ്നേഹിക്കപ്പെടണമേ, ആരാധിക്കപ്പെടണമേ, ആരാധിക്കപ്പെടണമേ, ശുശ്രൂഷിക്കപ്പെടണമേ, ശുശ്രൂഷിക്കപ്പെടണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും വരണമേ, വരണമേ. അങ്ങയുടെ രാജ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, ദൈവസ്നേഹം നിറയുന്ന ജീവിതം, ദൈവസ്നേഹം നിറയുന്ന ജീവിതം, ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ജീവിതം, ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ജീവിതം, ദൈവതിരുവിഷ്ടം അന്വേഷിക്കുന്ന ജീവിതം, ദൈവതിരുവിഷ്ടം അന്വേഷിക്കുന്ന ജീവിതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ യേശുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ തിരുമനസ് ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്ന തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ദാരിദ്ര്യപീഡ, കടബാധ്യത, തൊഴിലില്ലായ്മ ഇവയെല്ലാം ഏറ്റെടുക്കണമേ, നീക്കം ചെയ്യണമേ. ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തിനും എല്ലാ രാജ്യങ്ങൾക്കും സാമ്പത്തികമായി ഉന്നമനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടാതിരിക്കട്ടെ. സമ്പന്നർ തങ്ങൾക്കുള്ളതിൽ നിന്ന് ധാരാളമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഇടവരട്ടെ. അന്നന്നു വേണ്ടുന്ന ആഹാരം
ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ടുന്ന ആഹാരം നൽകണമേ. ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന ആത്മീയ ആഹാരം നൽകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രലോഭനം, ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, നെഗറ്റീവ് ചിന്തകൾ, ഈ പ്രലോഭനത്തിലും പാപത്തിൻ്റെ ബന്ധനങ്ങളിലേക്ക് നയിക്കുന്ന പ്രലോഭനത്തിലും നമ്മളെ ഉൾപ്പെടുത്തരുതേ. കർത്താവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. സാത്താൻ ഞങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും കുത്തിവെക്കുന്ന നുണചിന്തകൾ നിർവീര്യമാകട്ടെ. ഞങ്ങൾ സത്യവചനം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് നിറയട്ടെ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയട്ടെ. സത്യവചനം കൊണ്ട് ഞങ്ങളുടെ മനസ്സ് നിറയട്ടെ. വചനം പഠിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ. വചന അഭിഷേകം നൽകണമേ. വചനം മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചന പ്രഘോഷണ ശുശ്രൂഷ തുടങ്ങിയിട്ട് 42 വർഷമായി. ദൈവത്തിൻ്റെ അനന്തകരുണയിൽ ഇന്നോളം ശുശ്രൂഷ ചെയ്യാനുള്ള ആരോഗ്യം നൽകി ദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പങ്കുവെക്കാൻ തോന്നുന്ന ഒരു നല്ല സാക്ഷ്യമുണ്ട്. 2 വയസ്സായപ്പോൾ പാല പ്രവിധാനം ഭാഗത്തു നിന്ന് മാതാപിതാക്കന്മാർ മലബാറിൽ കുടിയേറി പാർത്തു. അവിടെയാണ് പിന്നെ ഹൈസ്കൂൾ കഴിയുന്നത് വരെയുള്ള കാലം ജീവിച്ചത്. കുട്ടിക്കാലം ഒരു പ്രത്യേക ആഗ്രഹം എൻ്റെ മനസ്സിൽ ദൈവം തന്നു, മാതാപിതാക്കന്മാരിലൂടെ തന്നു. ഒരു വിശുദ്ധനാകണമെന്നുള്ള ആഗ്രഹം, വിശുദ്ധനാകുക. എന്നാൽ ഇത് ഒറ്റപ്പെട്ട ഒരു കാര്യമല്ലെന്നും ക്രിസ്ത്യാനികളായ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഈ വിശുദ്ധിയിലേക്ക് ദൈവം നിർബന്ധമായും ക്ഷണിക്കുന്നുണ്ടെന്നും പിന്നീട് മനസ്സിലായി. 1 പത്രോസ് 1:15 എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1 പത്രോസ് 1:15. 1 പത്രോസ് 1:15. 1 പത്രോസ് 1:15. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. നിങ്ങളും പരിശുദ്ധരായിരിക്കണം. നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അസാധ്യമായ കാര്യം ദൈവം കൽപ്പിക്കുമോ? ഇല്ല. വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമല്ല. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, കഴിയുന്നിടത്തോളം ഒരുക്കത്തോടെ കുമ്പസാരിച്ച് ഒരുങ്ങുന്നു, അറിയാവുന്നതുപോലെ പാപമോർത്ത് പശ്ചാത്തപിക്കുന്നു. നമ്മുടെ പശ്ചാത്താപവും നമ്മുടെ കുദാശ സ്വീകരണവും ദൈവം അംഗീകരിക്കുന്നു. നമ്മൾ വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും നല്ല ഒരു കാര്യം ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ ഈശോ ഒരുപക്ഷെ ഇല്ലായിരിക്കാം എന്ന സംശയത്തിൻ്റെ പീഡ 5-6 കൊല്ലം എന്നെ വരട്ടി. എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കാതെ പൈശാചി ഇവിടെ വരില്ല. എന്തിലോ ഒരു ഉദ്ദേശത്തോടെയാണ് ദൈവം അനുവദിച്ചത്. അപ്പോൾ അച്ഛനാകണ്ട, പട്ടം സ്വീകരിക്കണ്ട, ഞാൻ ഒരു ബ്രദറായിട്ട് നിന്നുകൊള്ളാം എന്നിങ്ങനെയൊക്കെ ചിന്തിച്ച കാലവും വൈദിക പട്ടത്തിന് അപേക്ഷ കൊടുക്കാതെ ചെന്ന കാലവുമുണ്ട്. അത് ഈ പ്രലോഭനത്തിൻ്റെ കാലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1984 റോമിൽ 6000 വൈദികരുടെ ധ്യാനം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 50 അച്ഛന്മാർ പോയി. എന്നോട് പലരും പറഞ്ഞു ഞാൻ പോകണം, കാരണം ഞാൻ അന്ന് തന്നെ വൈദികരുടെ ധ്യാനം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും പൈസ ചിലവാക്കി ഞാൻ പോകുകയില്ല, എങ്കിലും ആവർത്തിച്ച്
എന്നെ ഏറ്റവും അടുത്ത പരിചയമുള്ളവർ പറഞ്ഞു, അച്ഛൻ പോകണം. ഞാൻ പോകുകയെല്ലാം തീരുമാനിച്ചിരിക്കുമ്പോൾ ഒരു മാസികയിൽ കരിസ് ഇന്ത്യ ഈ ധ്യാനത്തെക്കുറിച്ചുള്ള പരസ്യം വായിച്ചപ്പോൾ പെട്ടെന്നൊരു പ്രകാശം താഴേക്ക് വീഴുന്ന ഞാൻ കണ്ടു ആ പരസ്യത്തിൻ്റെ മേൽ. അതോടെ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് പോകുക എന്ന് പറയുന്നതാണ്. ഞാൻ പോട്ടയിൽ ആയിരിക്കുന്ന കാലത്താണ് പനക്കിലച്ഛനോട് പറഞ്ഞപ്പം ഇന്ന് നമ്മുടെ ജനറാളച്ഛൻ വരുന്നുണ്ട്, ഇന്ന് തന്നെ പറയണം. ജനറാളച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പം തന്നെ അനുവാദം തന്നിരിക്കുന്നു, പൈസ മുഴുവനും സഭയം തന്നെ തന്നോളാം, ഒന്നും പേടിക്കണ്ട. അങ്ങനെ ഞാൻ പോയി. ആദ്യത്തെ 2 ദിവസം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നു എന്ന് പറഞ്ഞാൽ യാത്രാക്ഷീണമെന്ന് വേണേൽ പറയാം. പക്ഷേ 2-ാം ദിവസം വൈകുന്നേരം 6000 അച്ഛന്മാർ ഏതെങ്കിലും ഒരച്ഛൻ്റെ അടുത്ത് ചെന്ന് കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞതോടെ അന്തരീക്ഷം മുഴുവൻ മാറി എന്ന് പറയുമ്പോൾ കുമ്പസാരത്തിൽ പാപമോചനം മാത്രമല്ല, പൈശാചിക പീഡ വിട്ടുപോകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കടന്നു വരുന്നു. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുമ്പസാരം കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കുവാൻ എല്ലാവർക്കും സാധിച്ചു. 5 ദിവസത്തെ ധ്യാനത്തിൽ 4-ാം ദിവസം വൈകുന്നേരം 4-ാം ദിവസം ഉച്ച കഴിഞ്ഞ് വിശുദ്ധ കുർബാനയുടെ 1.5 മണിക്കൂർ സമയം മുഴുവൻ എപ്പോൾ ഞാൻ കണ്ണടച്ചോ അപ്പോൾ ഒരു ദർശനം കാണുകയാണ്. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ. നയാഗ്ര വെള്ളച്ചാട്ടം വലിയ ഭീകരമായ വെള്ളച്ചാട്ടമല്ല, വളരെ മാധുര്യം തോന്നിക്കുന്നതാണ്. ഞങ്ങൾ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്. സിംബാബ്വേയിലുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം 2-3 മൈൽ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടത്തും അതിൻ്റെ വെള്ളം 1 മൈൽ ദൂരോട്ട് തെറിക്കും. അതുപോലെയുള്ള വെള്ളച്ചാട്ടമല്ല നയാഗ്ര വെള്ളച്ചാട്ടം. വളരെ സ്നേഹമധുരമായൊരു എക്സ്പീരിയൻസാണ്. വിശുദ്ധ കുർബാനയുടെ 1.5 മണിക്കൂർ സമയം മുഴുവൻ എപ്പോഴെല്ലാം കണ്ണടച്ചോ അപ്പോഴെല്ലാം നയാഗ്ര വെള്ളച്ചാട്ടം പോലൊരു ദർശനം കാണുകയാണ്. കുർബാനയുടെ അവസാനമായപ്പോൾ ഈശോ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നു. ഓരോ കുർബാനയിലും ഈശോ കടന്നു വരുന്നത് കൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകം നൽകാൻ ദൈവം കാത്തിരിക്കുന്നു. ഓരോ കുർബാനയിലും നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ഒരുങ്ങണം, നമ്മൾ മറ്റുള്ളവരെ ഒരുക്കണം. ഇതോടെ കുർബാനയിൽ കർത്താവുണ്ടോ എന്ന പൈശാചിക പീഡ, മറ്റു കൂദാശകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം, ഈ പൈശാചിക പീഡ റോമിൽ വത്തിക്കാനിൽ വെച്ച് എനിക്ക് മാറിക്കിട്ടി. പിന്നെ പോകുന്നിടത്തെല്ലാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് സാക്ഷ്യം പറയാൻ കൃപ കിട്ടി. ഉദാഹരണത്തിന് ഇറ്റലിയിൽ ലാൻസിയാനോ എന്ന സ്ഥലത്ത് 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വൈദികന് കുർബാനയിൽ കർത്താവുണ്ടോ എന്ന പൈശാചിക പീഡ അലട്ടാൻ തുടങ്ങി. ഇടയ്ക്ക് മുട്ടിനുമാണെങ്കിലും പ്രലോഭനം ശല്യം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുർബാനയിൽ അപ്പം വീഞ്ഞും വാഴ്ത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പൈശാചിക പീഡ വീണ്ടും വന്നു. ഉടനെ ആ വലിയ ഓസ്തി 3-1 മനുഷ്യ മാംസമായി മാറി. വീഞ്ഞ് വാഴ്ത്തിയത് മനുഷ്യ ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ള ഒരു തിരുരക്ത കട്ടയായി മാറി. അത് ഇന്നും 1100 കൊല്ലമായി ലാൻസിയാനോയിൽ ഇറ്റലിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പ്രാവശ്യം അവിടെ പോകാനിടയായി. അതിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് ധ്യാനിപ്പിക്കുമ്പോൾ UNOയിലെ സംഘം വന്ന് അത് പരിശോധിച്ചിട്ടുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ തന്നെയാണ് ആ മാംസവും രക്തവും എന്ന് തെളിയിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ ഇത് യൂക്കറിസ്റ്റിക് മിറക്കിൾ, വിശുദ്ധ കുർബാനയുടെ അത്ഭുതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതേ അത്ഭുതം 1996 ഇപ്പോഴത്തെ മാർപ്പാപ്പായുടെ സ്ഥലമായ അർജന്റീനയിൽ സംഭവിച്ചത് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് സംശയം അനുവദിച്ചിട്ട് ആ അത്ഭുതങ്ങൾ നടന്ന സ്ഥലത്തേക്ക് കർത്താവ് കൊണ്ടുപോയി. അവസരം കിട്ടുമ്പോൾ അത് പ്രഘോഷിപ്പിക്കുന്നു. ഫ്രാൻസിൽ 51 വർഷം ഭൗതിക ഭക്ഷണം ഒന്നും കഴിക്കാതെ കുർബാനയിലെ ഒരു തിരുവസ്തു മാത്രം കഴിച്ച് ജീവിച്ച മറാത്തെ റോബിൻ, സ്വിറ്റ്സർലൻഡിൽ 20 കൊല്ലം തിരുവസ്തു മാത്രം, കുർബാനയിലെ ഒരു തിരുവസ്തു മാത്രം കഴിച്ച സെന്റ് നിക്കോളാസ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ദൈവാനുസരണം തന്നു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം ദുഃഖവെള്ളി ഉയർപ്പ് ഞായറാക്കുന്നത് പോലെ ദൈവം പരിവർത്തനപ്പെടുത്താൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദുഃഖവെള്ളിക്ക് ശേഷം
ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ ഉയർപ്പ് ഞായർ നൽകാൻ നൽകാൻ കാത്തിരിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പുന്ന ഞായർ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകാൻ കാത്തിരിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാരെയും ഒരുപക്ഷെ അതിൽ കൂടുതൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തീറ്റിപ്പോറ്റി. മിച്ചം വന്ന ഭക്ഷണം 12 കൊട്ടം നിറയെ ശേഖരിച്ചു. കുറേ മനുഷ്യർ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈശോയെ അന്വേഷിച്ചു വന്നു. ഈശോയ്ക്ക് പരഹൃദയ ജ്ഞാനമുള്ളതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ട് വന്നതല്ല, ഇന്നലെ തിന്ന അപ്പത്തിൻ്റെ രുചിയോർത്ത് വന്നതാണ്. എന്നിട്ട് ഈശോ അവരോട് പറഞ്ഞു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി, നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവിൻ. എല്ലാവരും ഒന്ന് പറഞ്ഞ് വലതുകരം ഉയർത്തി. യോഹന്നാൻ 6:27. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവിൻ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ ആദ്യത്വത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ബാല്യകാലത്ത് എന്നെ സ്പർശിച്ച ഒരു ചിന്ത, എന്നെ എന്നും നയിക്കുന്നൊരു ചിന്ത, വിശുദ്ധരാകണം. അത് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ള വിളിയാണ്. അതിനുള്ള എല്ലാ സൗകര്യവും സഭയിൽ അവിടെ തരുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ പശ്ചാത്തപിച്ച് പാപമോചനം സ്വീകരിക്കുക. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരം വഴിയുള്ള പാപമോചനം സ്വീകരിക്കുക. കഴിയുമെങ്കിൽ ദിവസത്തിൽ എല്ലാ ദിവസവും കുർബാനയിൽ സംബന്ധിച്ച് കുർബാന സ്വീകരിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളെ അശുദ്ധരാക്കുന്നത് നമുക്കറിയാം. നമ്മുടെ തലപ്പെട്ട ദോഷങ്ങൾ 7 എന്നൊരു ലിസ്റ്റുണ്ട്. വളരെ വേഗത്തിൽ നമ്മൾ അഹങ്കാരം, ദുരഭിമാനം, പിന്നെ കുറ്റം വിധി മുതലായ പാപങ്ങളിലേക്ക് പോകും. വളരെ വേഗം കണ്ണടക്കം ഇല്ലാത്ത നോട്ടം, വഴിനീളെ അവിടെ ഇവിടെ എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു നോക്കിയും എല്ലാം നമ്മുടെ കണ്ണടക്കം ഇല്ലായ്മ എന്നൊരു പാപം നമുക്ക് വരും. നമുക്ക് അതുപോലെ തന്നെ അടിസ്ഥാനപരമായി പലർക്കും ദ്രവ്യാസക്തിക്ക് അടിമയായി പോകുന്നു. അപ്പോൾ അതെല്ലാം കർത്താവ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ദശാംശം കൊടുക്കണം. 10-1 സമ്പത്തിലും സമയത്തിലും 10-1 കൊടുക്കുക.
10-1, വരുമാനത്തിൽ 10-1, സമയത്തിലും 10-1 കൊടുക്കുക ദൈവ ശുശ്രൂഷയ്ക്കായിട്ട്. 24 മണിക്കൂറിൽ 2 മണിക്കൂർ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ചു സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. ഞാൻ കാണിച്ചു തന്ന മാതൃക നിങ്ങൾ പിൻചെല്ലണം. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതിന് ഏറ്റവും നല്ലൊരു വഴിയാണ്, എല്ലാവർക്കും സഹനമുണ്ട്. സഹനമില്ലാത്ത ആരും കാണുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സഹനം യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അത് കർത്താവ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ഒരിക്കലും തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എന്ന സ്ഥലത്ത് കൺവെൻഷൻ നടത്തുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞു, എല്ലാവരും പോയി. എന്തുകൊണ്ടോ ഞാൻ മാത്രം പോകാതെ അവിടെ ഇരുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നതല്ല. അപ്പം ഒരു പ്രായം ചെന്ന അച്ഛൻ അകലെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുമ്പിൽ നിന്നു. ഞാൻ കൊച്ചത്തിനാടിയിരുന്നെങ്കിലും എഴുന്നേറ്റില്ല. സാറിന് എഴുന്നേക്കും. അപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ അദ്ദേഹം നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛാ, വർഷങ്ങളായിട്ട് എൻ്റെ ശരീരം മുഴുവൻ വേദനയാണ്. ചികിത്സിച്ചു മടുത്തു, പ്രാർത്ഥിച്ചു മടുത്തു. ഞാൻ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാനുള്ള സഹനമാണെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറ്റിത്തരുമോ, പ്രാർത്ഥിച്ചാൽ മാറ്റിത്തരുമോ? അച്ഛൻ എത്ര വയസ്സുണ്ട് അച്ഛാന്ന് ചോദിച്ചു. 68 വയസ്സ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരിക്കലും പറയാത്ത ഒരു വചനം ഞാൻ പറഞ്ഞു, അച്ഛാ, 68 വയസ്സ്, 68 കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. അതിൻ്റെ ഇരട്ടിയാണെങ്കിലും കുഴപ്പമില്ല. യേശു എല്ലാവർക്കും വേണ്ടി പാപപരിഹാരം ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ സഹനം യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വിജാതിയർക്ക് വേണ്ടി കാഴ്ചവെക്കുക. കോടാനുകോടി, കുറഞ്ഞത് 68 കോടി എന്ന് പറഞ്ഞു. അച്ഛനപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഭയങ്കര വലിയ മറുപടിയാണ്. അച്ഛാ, എൻ്റെ വേദന മുഴുവൻ പോയി. ഒന്ന് കൈയടിച്ച നിങ്ങൾ. ഞാൻ പിന്നീട് പല മാസങ്ങളും, ഒരുപക്ഷെ കൊല്ലങ്ങളും ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് പ്രായം ചെന്ന അച്ഛൻ വന്നപ്പോൾ ഞാനൊന്ന് എഴുന്നേറ്റില്ല. ചുമ്മാ ചോദിക്കുകയാണ് തന്നെത്താൻ, എന്തുകൊണ്ടൊന്ന് എഴുന്നേറ്റില്ല? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചോദ്യം എന്ന് പറയാം. എന്നിട്ട് അതിന് ഉത്തരം പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. അന്ന് നീ പറഞ്ഞത് ഒരു പ്രവചനമാണ്. പ്രവാചകനെ പോലെയാണ് നീ ഇരുന്നത്. ക്രിസ്ത്യാനിയുടെ സഹനം വെറുതെ നഷ്ടപ്പെടുത്താനാവില്ല. യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് നിനക്ക് എത്ര വയസ്സുണ്ടോ അത്ര കോടി, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി കോടി, കോടാനുകോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സോറി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തേക്കുക. തയ്യാറുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈപൊക്കിക്കുക. തയ്യാറാണെങ്കിൽ പ്രാർത്ഥന പറഞ്ഞു തരാം. നിങ്ങളുടെ സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല പറഞ്ഞു തരാം. വലതുകരം ഉയർത്തുക. ഇന്ന് വരെയുള്ള സഹനം വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വിജാതിയർക്ക് വേണ്ടി സന്തോഷത്തോടെ കാഴ്ചവെക്കുന്നു. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് എത്ര കോടിയാ? കോടാനുകോടി. നിനക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ 3 മടങ്ങോ? കോടാനുകോടി പാപികൾ, രോഗികൾ, വിജാതിയർ, നാനാജാതി മതസ്ഥർ, മതതീവ്രവാദികൾ, പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടി സന്തോഷത്തോടെ കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. വിശുദ്ധന്മാരുടെ സഹനവും
യേശുവിൻ്റെ സഹനവും പോലെ വിലപ്പെട്ടതാണ് നമ്മുടെ സഹനം. ക്ഷമിച്ച് സ്തുതിച്ച് നമ്മുടെ സഹനം യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്കായി കാഴ്ചവെക്കുക. ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് പിതാവായ ദൈവമേ, പിതാവായ ദൈവം, ഇന്ന് വരെയുള്ള സഹനങ്ങൾ ഇന്ന് വരെയുള്ള സഹനങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ വെറുതെ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. ഇന്ന് വരെയുള്ള സഹനം, ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള മരണം വരെയുള്ള സഹനം, മരണം വരെയുള്ള യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയോട് കോടാനുകോടി പാപികൾക്ക് വേണ്ടി സന്തോഷത്തോടെ പരാതി കൂടാതെ ഉത്സാഹത്തോടെ തീഷ്ണതയോടെ കാഴ്ചവെക്കുന്നു. റോമ 12:1 പറഞ്ഞിരിക്കുന്നത്, സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ സഹനങ്ങളെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ശരീരങ്ങളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശരീരങ്ങളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ സഹനങ്ങളെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വിശുദ്ധരായി തീരും. ഇത് സത്യമാണ്. അല്ലാതെ സ്വർഗത്തിൽ കയറാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അന്നേരം തന്നെ തനത് വിധി, ആ വിധി തന്നെയാണ് ലോകാവസാനത്തിൽ ആവർത്തിക്കുന്നത്. തനത് വിധി അവിടെ വെച്ച് തീരുമാനിക്കും സ്വർഗത്തിലോട്ടാണോ മറ്റേ സ്ഥലത്തോട്ടാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ചോദിക്കും, നിങ്ങൾ ഇത്രയും കാലം ലോകത്തിലോട്ടിട്ട് എത്ര പാപികളെ മാനസാന്തരപ്പെടുത്തി? ഒരു ചോദ്യം വരും. അത് ഈ പ്രാർത്ഥന പരിശീലിച്ചാൽ ഒഴിവാകും. കോടാനുകോടിയെ മാനസാന്തരപ്പെടുത്തി എന്ന് പറയാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് മുട്ടുകുത്തുക. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. ദിവ്യ ശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ,